ഹലോ സഹോദരങ്ങളെ, ഒരു ചെറിയ കാര്യം പറയാനാണ് കേട്ടോ ഞാനിപ്പോഴും ലൈവിൽ വന്നത്. അതെന്താണെന്നറിയാമോ? നമ്മളെ ഒരു സാമാന്യ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരുപാട് അങ്ങനെ പഠിക്കുവാൻ നിൽക്കരുത്. പിന്നീട് നമ്മൾ എങ്ങനെയെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ പഠിത്തത്തിലൂടെ തന്നെ നമ്മളൊരു ജോലിക്കും ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അതെന്താണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ കാരണം? പണ്ടത്തെ കാലമാണോ ഇത്? ഒരു 25 വർഷം മുമ്പിലത്തെ കാലമാണോ ഇത്? പണ്ടൊക്കെ നമുക്ക് ഒരാളിനെ കണ്ടെത്തണമെങ്കിൽ എന്ത് പാടായിരുന്നു അല്ലേ? ഒരു എഴുതി ഇട്ടാൽ തന്നെ 8-10 ദിവസം കഴിയുമ്പോഴാണ് ആ വ്യക്തിയുടെ കയ്യിൽ കിട്ടുന്നത്. അങ്ങനെ ആയിരുന്നില്ലേ? ഇന്നതാണോ സ്ഥിതി? ഇന്നത്തെ സ്ഥിതി എന്താ? എല്ലാം നമ്മുടെ വിരൽ തുമ്പിലാണ് ഇരിക്കുന്നത് അല്ലേ? ലോകം മുഴുവനും നമ്മുടെ വിരൽ തുമ്പിലാ. എന്ത് വേണമെന്ന് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി, അപ്പോഴേ നമ്മുടെ മുന്നിൽ വരും അല്ലേ? അപ്പം ഈ സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് നമ്മൾ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതെല്ലാം വലിയ ബുദ്ധിമാന്മാർ കണ്ടുപിടിച്ചിരിക്കുന്നത് മനുഷ്യന് രക്ഷപ്പെടുവാൻ വേണ്ടിയുള്ള മാർഗമായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ വിഭാവനം ചെയ്തിരിക്കുന്നത്. വലിയ വലിയ ബുദ്ധിമാന്മാരാണ് ഈ സോഷ്യൽ മീഡിയ കണ്ടുപിടിച്ചിട്ടുള്ളത്. മനസ്സിലായോ? നമ്മളിത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നുള്ളിടത്താണ് നമ്മുടെ വിജയം ഇരിക്കുന്നത്. മനസ്സിലായോ? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് മലവെള്ള പാച്ചിൽ പോലെയാണ്. എല്ലാം നല്ലതും കേട്ടതും എല്ലാ ചപ്പ് ചവറുകളും എല്ലാം ഒഴുകി വരുന്നൊരു സ്ഥലമാണ്. അപ്പൊ ഇതിനകത്തുനിന്ന് വേണം നമുക്ക് വേണ്ടത് തിരഞ്ഞെടുക്കുവാൻ. കുറെ ഗെയിം കളിച്ച് നമ്മളെ സമയം കളഞ്ഞിട്ടോ, കുറെ ഗെയിമിന്റെ പുറകെ പോയി നമ്മൾ ആ ഗെയിമിൽ കാണിക്കുന്നവരൊക്കെ കാണിച്ചിട്ട് നമ്മളൊടി പോയി ചാവുകയൊക്കെ ചെയ്യുന്നത് മനുഷ്യന് ഇത് പറ്റിയ കാര്യമാണ്. മണ്ടത്തരല്ലേ കാണിക്കുന്നത്? അപ്പൊ നമ്മളെന്താ ചെയ്യണത്? നമ്മള് ജീവിക്കുവാൻ വേണ്ടിയാണ് ഈ സോഷ്യൽ മീഡിയ ബുദ്ധിമാന്മാർ ക്രിയേറ്റിവിറ്റി ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മളെന്താ ചെയ്യുന്നത്? അതിനകത്ത് കാണുന്ന അഴുക്ക് ചാലിൽ ചെന്ന് ചാടിക്കൊള്ളും അല്ലേ? ഇന്ന് അതല്ലേ സംഭവിക്കുന്നത്? നമ്മൾ മാറി ചിന്തിക്കുക. എന്താണ്? നമ്മുടെ സാമാന്യ ഈ വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് തന്നെ നമ്മുടേതായ ജീവിത വിജയത്തിന് വേണ്ടി, ജീവിത നേട്ടങ്ങൾക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കുക. അതും ഈ സോഷ്യൽ മീഡിയകളിൽ തന്നെയുണ്ട്. സ്വല്പം ഒന്ന് നമ്മുടെ ബുദ്ധി നേരെ പ്രയോഗിച്ചാൽ നമുക്ക് ഈ ലോകത്ത് വലിയ മനുഷ്യരെ തീരാൻ കഴിയും. ഈ ലോകത്ത് എല്ലാം നേടിയ മനുഷ്യരെല്ലാവരെയും നിങ്ങൾ അവരുടെ ചരിത്രം എടുത്ത് പഠിച്ചു നോക്കൂ. അവരെല്ലാം വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയവരായിരുന്നില്ല. വലിയ പണക്കാരുടെ വീട്ടിൽ ജനിച്ചവരായിരുന്നില്ല. അവരെല്ലാം വെറും സാധാരണ മനുഷ്യരായിരുന്നു. അവരെല്ലാം കിട്ടിയ അറിവിന്റെ തുമ്പിൽ പിടിച്ചുകൊണ്ട് അവര് മുന്നേറി. അന്നെന്ന് പറയുന്നത് എന്താണ്? 10, 25, 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സാങ്കേതിക വിദ്യ ഒന്നുമില്ലാതിരുന്ന കാലത്താണ് അവർ വിജയിച്ചതെന്ന് കൂടി നമ്മൾ ഓർക്കണം. അപ്പോ ഈ സാങ്കേതിക വിദ്യകളെല്ലാം കൂടി നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ പരാജയപ്പെടുക എന്നത് നമ്മളുടേതായ ബുദ്ധിമോശമല്ലേ? നമ്മള് വേണ്ടാത്തതിൻ്റെ പുറകെ പോകാതെ വേണ്ടുന്നത് മാത്രം തിരഞ്ഞെടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ മുന്നോട്ട് പോകും. നിങ്ങളെ വഴി കാണിച്ചു തരാൻ ഈ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് മനുഷ്യരുണ്ട്, നല്ല മനുഷ്യരുണ്ട്. നിങ്ങൾ അവരുടെ പുറകെ കൂടൂ. അവരുടെ വചനങ്ങൾ, അവരുടെ വാക്കുകൾ അതൊക്കെ ശ്രദ്ധിക്കൂ. ഓട്ടോമാറ്റിക്കലി ഒന്നും അറിയാതെ നിങ്ങൾ അത്യുന്നതങ്ങളിൽ എത്തപ്പെടും. ഓക്കെ 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 ബൈ.